ആ തന്നെ ഞാൻ വിളിച്ചത് എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ പാപ്പയ്ക്ക് ഹാർട്ടിൻ്റെ ഒരു ഓപ്പറേഷൻ വേണ്ടിയത്. അതിന് 4 ലക്ഷം രൂപയോളം ചിലവ് വരുന്നുണ്ട്. അവർക്ക് സ്വന്തമായിട്ട് 2 സെൻറ്റ് ഭൂമി പോലില്ല. അവരെവിടെ നിന്ന് ഒപ്പിക്കാൻ എത്രയും കാശ്? നിങ്ങൾ അവരെ ഒന്ന് സഹായിക്കണം. അത് പറയാനാണ് വിളിപ്പിച്ചത്. ഞങ്ങൾ ശ്രമിക്കാം മാഷെ. അത് മതി, താൻ വിചാരിച്ചാൽ നടക്കും. ഞാൻ വന്നത് എൻ്റെ ഏട്ടൻ ഒരു ബൈക്ക് ആക്സിഡൻറ്റിൽ കാലിൻ്റെ എല്ല് പൊട്ടി കിടപ്പിലാണ്. അത് ഞങ്ങൾ അറിഞ്ഞതാ. ഏട്ടനെ ചികിത്സിച്ച് ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന പൈസയൊക്കെ തീർന്നു. അതിന് ഞങ്ങളെന്ത് വേണം? നിങ്ങൾ ഞങ്ങളെ ഒന്ന് സഹായിക്കണം. കുറച്ച് രൂപ കടം തരണം. ഏട്ടൻ്റെ അസുഖം മാറിയാൽ തിരിച്ചു തന്നോളാം. എടാ, പണം നിങ്ങൾ തിരിച്ചു തരുമെന്ന് ഞങ്ങൾക്ക് യാതൊരു പ്രതീക്ഷയുമില്ല. അതുകൊണ്ട് ഞങ്ങൾ തരുന്നില്ല. അങ്ങനെ പറയരുത്. ഒന്നല്ലെങ്കിൽ ഏട്ടൻ നിങ്ങളുടെ കൂട്ടുകാരനല്ലേ, അവനോട് നിങ്ങൾക്ക് സ്നേഹമില്ലേ? പണത്തിനു മുമ്പിൽ എന്ത് കൂട്ടുകാരൻ, എന്ത് സ്നേഹം? ഓടാ. ആ എന്താടോ, സഹായം ചോദിച്ചു വരുന്നവരോട് നിങ്ങളെ നാട്ടിൽ ഇങ്ങനെയാണോ പെരുമാറുന്നത്? പോടോ. കുട്ടി കയറിക്കോളൂ, കയറിക്കോളൂ. എടാ, കൂട്ടുകാരനെ സ്നേഹത്തിന്റെ വില അറിയണമെങ്കിൽ ആദ്യം ഒരു മനുഷ്യനാവണം. എന്നിട്ട് സമയം കിട്ടുമ്പോൾ ഞങ്ങളുടെ തീരത്തുവാ. ഞങ്ങൾ കാണിച്ചു തരാം കൂട്ടുകാരനെ സ്നേഹത്തിന്റെ വില എന്താണെന്ന്. അപ്പോ അങ്ങനെയാണ് കാര്യങ്ങൾ. കുട്ടി സമാധാനത്തോടെ പോയിക്കോളൂ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഇതവിടെ വെച്ചോളൂ, വാങ്ങിക്കോളൂ. ഇതെന്റെ പണമല്ല, നിങ്ങളെപ്പോലുള്ള പാവങ്ങളെ സഹായിക്കുവാൻ നിറഞ്ഞ മനസ്സോടെ സ്നേഹത്തോടെ ഈ തീരദേശവാസികൾ തന്നത്. വാങ്ങിച്ചോളൂ, നമുക്ക് കാണാം. കോയ, സുലൈമാനിക്കയുടെ മകളുടെ കല്യാണത്തിന് 3 മാസമേ ഉള്ളൂ. അതിന് 2 മാസം ഉണ്ടല്ലോ. അല്ലെങ്കിലും അദ്ദേഹത്തിന് 4 പെൺകുട്ടികളാണ്. ജോലിക്ക് പോകാൻ പോലും സാധിക്കില്ല. നമുക്ക് ആവുന്നതുപോലെ സഹായിക്കണം. മാഷ് പറഞ്ഞ കാര്യം? അവരുടെ ഓപ്പറേഷൻ കഴിഞ്ഞു. 2 ദിവസം കഴിഞ്ഞാൽ ഡിസ്ചാർജ് ചെയ്യും. പണം അവരുടെ വീട്ടിലെത്തിച്ചു കൊടുക്കണം. കുറച്ചു പണം നമ്മുടെ തീരത്തുള്ള ബോട്ടുടമകൾ സംഭാവന തന്നിട്ടുണ്ട്. ആരൊക്കെയാ? നജാത്ത്, ഉമറുൽ ഫാറൂഖ്, ഖൈറാത്ത്, കാജ എന്നീ ബോട്ടുകൾ. എൻ്റെ കയ്യിലും കുറച്ച് ബോട്ടുടമകൾ തന്നിട്ടുണ്ട്. സാദിർവാൻ, ജിഹാദ്, അൽബദർ, റജബ്, എല്ലാവരും നല്ല സപ്പോർട്ടാ. പിന്നെ 5 അനാഥ കുട്ടികളുടെ 2 മാസത്തെ ഭക്ഷണ ചെലവ് നമ്മൾ കൊടുക്കാന്ന് പറഞ്ഞല്ലേ, അതും നിങ്ങൾ കൊടുക്കണം. അപ്പോ നീ വരുന്നില്ലേ? ഇല്ല, എനിക്ക് സുഖമില്ല. ഞാൻ ഡോക്ടറെ കണ്ടിട്ട് വരാം. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. എന്താ കോയ നിന്റെ അസുഖം? വേണ്ട വേണ്ട, നീ അവിടെ ഇരുന്നോ, ഇവിടെ നിന്ന് പരിശോധിക്കാം. കുറച്ച് ദിവസമായി ഡോക്ടർ
നല്ല തലകറക്കവും ഭയങ്കര ക്ഷീണവും ഉണ്ട്. ഉണ്ടാവും. കുറച്ച് നാളായല്ലോ മഞ്ഞും വെയിലും കാര്യമാക്കാതെ ഞാട് നന്നാക്കാൻ ഇറങ്ങിയിട്ട്. ഡോക്ടറെ, അതിലൊരു സുഖമുണ്ട്, സന്തോഷമുണ്ട്. നമ്മുടെ നാട്ടിൽ എത്രയോ പാവപ്പെട്ടവരുണ്ട്. അവരെയൊന്നും നമുക്ക് സഹായിക്കാൻ കഴിയില്ലെങ്കിലും നമ്മളെ കൊണ്ടാവുന്നത് ചെയ്യണ്ട ഡോക്ടറെ. അങ്ങനെ വൈകല്യത്തെ മറികടന്ന് ആ യുവാവും അവന്റെ കൂട്ടുകാരും പാവപ്പെട്ട രോഗികൾക്ക് സാന്ത്വനവും, കുഞ്ഞുനാളിലെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട് യത്തീമുകളായ കുഞ്ഞുങ്ങൾക്ക് തണലായി, പാവപ്പെട്ട പെൺമക്കളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് നിറം പകർന്നു അവർ മാതൃകയായി. ആ നാട് മദ്യനിരോധന കേന്ദ്രമായി മാറി. സുലൈമാനിക്കയുടെ മകളുടെ കല്യാണത്തിന് 2 മാസമല്ലേ ഉള്ളൂ. പിരിച്ച പണം അവരുടെ വീട്ടിലെത്തിക്കണം. നീ എന്താ ഒന്നും മിണ്ടാത്ത? എടാ, നമ്മൾ പിരിച്ച പണം ആരോ മോഷ്ടിച്ചു. ആര്? അറിയില്ല. എൻ്റെ വണ്ടിയുടെ ഡിക്കിയിലാണ് ഞാൻ പണം വെച്ച്. അപ്പോൾ വണ്ടിൻ്റെ കീ നിന്റെ കയ്യിലല്ലേ? ഇന്നലെ രാത്രി വീട്ടിൽ വണ്ടി നിർത്തിയപ്പോൾ കീ എടുക്കാൻ മറന്നുപോയി. നേരം വെളുത്തപ്പോൾ പണം കാണുന്നില്ല. നീ കളവ് പറയണ്ട. ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ വിവാഹം നടത്താൻ ഈ നാട്ടിൽ നിന്ന് പിരിച്ചതാ. ഇനി നാട്ടുകാരോട് ആര് സമാധാനം പറയും? കല്യാണം നടന്നില്ലെങ്കിൽ ആ കുടുംബത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? നിങ്ങൾ പറയുന്ന കേട്ടാത്തൊന്നും ഞാനാ എടുത്തതെന്നും നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ലേ? നീ അല്ലാതെ വേറെ ആരും ആ പണം എടുക്കില്ല. പിന്നെ പണത്തിന്റെ കാര്യല്ലേ, ആരെയും വിശ്വസിക്കാൻ കൊള്ളില്ല. ആ പണം നീ എന്നാണ് തിരിച്ചു തരുന്നത്? അതുവരെ നമ്മൾ തമ്മിലൊരു ബന്ധം. വാടാ. എടാ, ഞാൻ ശരി ശരി ശരി. ഫർസാന, നിന്റെ വാപ്പയുടെ ഓപ്പറേഷൻ കഴിഞ്ഞു അല്ലേ? ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കുറച്ചായി സാർ. നമസ്കാരമുണ്ട് സാർ. നമസ്കാരമുണ്ട്. നിന്നെ കണ്ടിട്ട് കുറെ കാലമായല്ലോ. ബിസിയല്ലേ? ഫർസാന, നിനക്കവനെ അറിയോ? തളർന്ന ശരീരവും തളരാത്ത മനസ്സുമായി ഒരുപാട് പാവങ്ങളെ അവൻ സഹായിക്കുന്നു. നിന്റെ വാപ്പയുടെ ഓപ്പറേഷൻ നടത്താൻ ഇത്രയും വലിയ തുക തന്ന് സഹായിച്ചത് അവനും അവന്റെ നാട്ടുകാരും മാത്രമാണ്. എന്താ വീണ്ടും പരിഹസിക്കാൻ വന്നതാണ്? അല്ല, ഞാൻ നന്ദി പറയാൻ വന്നത്. എന്തിന്? കുഞ്ഞുനാളിലെ ഉമ്മയെ നഷ്ടപ്പെട്ട ഒരു ഭാഗ്യദോഷിയായ പെൺകുട്ടിയാണ് ഞാൻ. സ്വന്തമെന്നും ബന്ധമെന്നും പറയാൻ എനിക്ക് ബാപ്പ മാത്രമേ ഉള്ളൂ. ബാപ്പയ്ക്ക് ഒരു അസുഖം വന്നപ്പോൾ സഹായിക്കാൻ ആരുണ്ടായിരുന്നില്ല. പക്ഷേ ഓപ്പറേഷൻ നടത്താൻ വലിയൊരു തുക തന്ന് സഹായിച്ച ആ നല്ല മനസ്സ് നിങ്ങളുടേതാണെന്ന് സാർ പറഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത്. എനിക്ക് നിങ്ങളെ കാണുന്നതേ ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ ഇപ്പോ എന്നോട് ക്ഷമിക്കണം. നന്ദിയുണ്ട് ഒരുപാട്. നന്ദി പറയേണ്ട എന്നോടല്ല, ഈ കടലിനോട്, കടലിൻ്റെ മക്കളോട്. നീയൊരിക്കൽ പരിഹസിച്ചില്ലേ തീരദേശവാസികൾ? അവരോടാണ് നന്ദി പറയുന്നത്. സ്വന്തം കുടുംബത്തെ പോറ്റാൻ കടലിനോട് മല്ലടിച്ച് രക്തം വിയർപ്പാക്കി അധ്വാനിക്കുന്ന മത്സ്യത്തൊഴിലാളികൾ, അവർ കിട്ടുന്നതിൻ്റെ വലിയൊരു പങ്കും നിങ്ങളെപ്പോലുള്ള പാവങ്ങളെ സഹായിക്കാൻ അവർ ഞങ്ങളുടെ കയ്യിൽ തരും. അവർ തന്ന പണം കൊണ്ടാണ് ഞങ്ങൾ നിന്റെ പാപ്പയുടെ ഓപ്പറേഷൻ നടത്തിയത്. അവരോടാണ് നീ നന്ദി പറയേണ്ടത്. അല്ലെങ്കിലും അതിൻ്റെ ഒന്നും ആവശ്യം അവർക്കില്ല. അവർക്ക് വേണ്ടത് സ്നേഹവും സമാധാനം. അത് കൊടുക്കാൻ നിങ്ങളെ കൊണ്ടാവില്ല. പോയാ, ഇവനാടാ നിങ്ങളുടെ പണം മോഷ്ടിച്ചത്. ഇവനോ?
നീ കാരണം എൻ്റെ കൂട്ടുകാരും ഈ നാട്ടുകാരും എന്നെ വെറുത്തു. എന്തിനായിരുന്നു? വേണ്ട. ഇവനെ പോലെയുള്ള ഒരു കൂട്ടുകാരനെ കിട്ടുന്നത് നിങ്ങളുടെയൊക്കെ ഭാഗ്യമാണ്. അത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല. കോയ, ഞങ്ങളെ വെറുക്കരുത്, ഞങ്ങളോട് ക്ഷമിക്കണം, ക്ഷമിക്കടാ. നിങ്ങളെ വെറുക്കാൻ എനിക്ക് പറ്റുള്ളൂ. എൻ്റെ ദുഃഖങ്ങളും പ്രയാസങ്ങളും ഞാൻ മറക്കുന്നത് നിങ്ങളിലൂടെ. ആ നിങ്ങളെ എനിക്ക് വെറുക്കാൻ പറ്റൂടാ. നേരം ഇരുട്ടി തുടങ്ങി. നിങ്ങൾ വിട്ടോളൂ, ഞാൻ വന്നോളാം. നിങ്ങളെ എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ്. നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാണോ? ഇഷ്ടമാണ്, ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ്. ഈ കടലിനോളം. ആഹാ, നീയായിരുന്നു. നിന്നെ യൂണിഫോം ഇല്ലാതെ കണ്ടിട്ട് മനസ്സിലാവുന്നേ ഇല്ല. എങ്ങോട്ടാ? ഞാൻ നിങ്ങളെ തേടി വന്നതാ. എന്താ വിശേഷം? ഒന്നുമില്ല, കാണണമെന്ന് തോന്നി വന്നു. നിങ്ങളുടെ തീരം കാണാൻ എന്തു ഭംഗിയാ. നമുക്ക് അല്പനേരം അവിടെ പോയിരിക്കാം. അത് വേണോ? വേണം.